ആ DAയും അന്ന് നിലനിൽക്കുന്നതൊക്കെ അതുപോലെ നിലനിന്ന് പോകുന്നു എന്നല്ലാതെ പുതിയ വർധനവിനെ കുറിച്ചൊന്നും അവർ അറിയുന്നില്ല. ആ കാലാകാലങ്ങളിൽ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ജീവിത നിലവാര സൂചിക അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, വില നിലവാര സൂചികയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനനുസരിച്ചുള്ള ഒരു റിലീഫ് അതല്ലെങ്കിൽ ഒരു അലവൻസ് എന്നുള്ള നിലയിൽ നമുക്ക് തരുന്നതാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത്. കുറേ കാലമായിട്ട് നമുക്ക് ക്ഷാമബത്തം തന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 എണ്ണം തന്നത് എപ്പോഴാണ് നമുക്ക് കിട്ടിയത്? 2 ഇലക്ഷനുകളോടെ. അപ്പൊ നമുക്ക് പറയാം ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചാലേ എന്തുള്ളൂ, നമുക്ക് DA ഉള്ളൂ. ആ DA പ്രഖ്യാപിച്ചത് തന്നെ എങ്ങനെയാണ്? DAയുടെ 39 ആദ്യത്തെ 2% പ്രഖ്യാപിക്കുമ്പോൾ 39 മാസത്തെ അരിയറുണ്ടായിരുന്നു. ആ കുടിശ്ശിക അത് കഴിഞ്ഞ് രണ്ടാമത്തെ DA പ്രഖ്യാപിച്ചു. പാലക്കാട് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് രണ്ടാമത്തെ DA പ്രഖ്യാപിക്കുന്നു. ആ DA പ്രഖ്യാപിച്ചു 3%. ആ 3% പ്രഖ്യാപിച്ചപ്പോഴും അതിൻ്റെയും ഉണ്ടായിരുന്നു 39 മാസത്തെ കുടിശ്ശിക. അതും DF-ൽ ഏൽപ്പിക്കാതെയോ അല്ലെങ്കിൽ പുതിയ ആ ഉത്തരവിലൊന്നും പറയാതെ അതും വീഴും. അങ്ങനെ 239 ഏകദേശം 78 മാസത്തെ നമ്മുടെ ശമ്പളം 5%, 2%, 3% അടക്കം 5% DAയുടെ അരികൾ പിടിച്ചു. ഇതിനു മുന്നേ ശമ്പള പരിഷ്കരണത്തിൽ പങ്കെടുത്ത പല ആളുകളില്ലേ? ഇതിനു മുന്നത്തെ ശമ്പള പരിഷ്കരണത്തിൽ പല ആളുകൾ അവരുടെയൊക്കെ ശമ്പള പരിഷ്കരണത്തിന്റെ അരികൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ശമ്പള പരിഷ്കരണത്തിന്റെ അരികൾ കിട്ടിയോ? കിട്ടിയിട്ടില്ല. നമുക്കാർക്കും ശമ്പള പരിഷ്കരണത്തിന്റെ അരികൾ ഇതുവരെ 4 ഗഡുക്കളായിട്ട് തരും എന്നാണ് നമ്മളോട് പറഞ്ഞത്. 2019 മുതൽ 2019 ജൂലൈ 1 മുതൽ ശമ്പളം പരിഷ്കരിക്കുന്ന നമ്മളോട് പറഞ്ഞത്. മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം പരിഷ്കരിക്കുന്നു. പരിഷ്കരണം വരുന്നത് 21 ഘട്ടത്തിലാണെങ്കിൽ ഇന്ന് നിലവിലെ ഒരേ ഒരു അധ്യാപക സംഘടന ഉള്ളതായിട്ടാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ അധ്യാപകരുടെ ആവശ്യങ്ങൾ പറയാനും അധ്യാപകരുടെ അവകാശങ്ങൾ നിലനിർത്താനും നേടിയെടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പുതിയതായിട്ടൊന്നും നേടിയെടുക്കാനായിട്ട് അനുവദിക്കുന്നു. നമ്മുടെ ഉള്ള അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അധ്യാപകർക്കൊപ്പം നിൽക്കുന്ന ഒരേ ഒരു സംഘടന KPSC ആണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശനിയാഴ്ച ദിവസം നമ്മള് കുട്ടികൾക്ക് വേണ്ടി ശനി, ഞായറോ, തിങ്കൾ എല്ലാ ദിവസങ്ങളും നോക്കാതെ അവധി നോക്കാതെ പ്രവൃത്തിയെടുക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം. അപ്പോ ശനിയാഴ്ച നമുക്ക് അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ആ ശനിയാഴ്ച കോടതിയിൽ പോയിട്ട് അത് പ്രവൃത്തി ദിവസത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തത് നമ്മുടെ KPSC എന്ന സംഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി 1-2 ദിവസം നമ്മൾ ചെലവഴിക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ മീറ്റിംഗിൽ ഇരിക്കുന്നെങ്കിൽ അതിൽ നമ്മൾ മനസ്സിൽ ഒന്നും വിചാരിക്കരുത്. നമുക്ക് വേണ്ടി ഉദ്ഘാടന പ്രസംഗത്തിലെ ഫൈസൽ മാഷ് വളരെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായൊരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ തന്നെ ആക്രമിട്ട് പറഞ്ഞ ക്ലാസ്സിലുള്ള പോലെ തന്നെ